അടിപൊളിയായിട്ടുണ്ട് പടം കണ്ടിട്ട്. രസമുണ്ട്. പ്രേക്ഷകർ നിങ്ങൾ കാണുക, അത് തന്നെ, വേറെ ഒന്നുമില്ല. ICU നല്ലൊരു സസ്പെൻസ് ത്രില്ലറാണ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് അടുപ്പിച്ചിങ്ങനെ കണ്ടിന്യൂസ് കാണുന്നത്. എന്നുവെച്ചാൽ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം എടുത്തായിരുന്നു റിലീസിന്. പിന്നെ ഇപ്പോൾ കുറേ സത്യത്തിൽ ഞാൻ കുറേയൊക്കെ മിസ്സായിരുന്നു. ഇപ്പോൾ ഒറ്റ സ്ട്രെച്ച് കണ്ടപ്പോൾ നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടമായ രസമുണ്ട്. കുഞ്ഞു നോൺ ലീനിയറിലുള്ള കഥ പറഞ്ഞുകൊണ്ട് അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ചെറിയത് എന്താണ് ഇങ്ങനെ എങ്ങോട്ടാണ് പോകണേന്നൊക്കെ തോന്നും. പക്ഷെ ഇതൊക്കെ കണക്ട് ചെയ്ത് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നല്ല രസമുണ്ട്. അതായത് സന്തോഷം. ഇതാണ് ഡയറക്ടർ നമ്മുടെ. പ്രേക്ഷകരോട് അവർക്ക് എല്ലാവർക്കും ഹാപ്പി ആവുന്നൊരു സിനിമയായിരിക്കും. തീർച്ചയായും ഒരു പ്രതീക്ഷയിൽ തന്നെ എല്ലാവർക്കും കയറാം. It was really a beautiful experience. ഇങ്ങനെ ഹ്യൂജ് സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. മേക്കിംഗ് ശരിക്കും ഐ ആം ഹോണേർഡ് ആക്ച്വലി. ജോർജ് സാറിൻ്റെ ഒരു മൂവിയിൽ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. മ്യൂസിക് ആണെങ്കിലും, മേക്കിംഗ് ആണെങ്കിലും, ഡയറക്ഷൻ ആണെങ്കിലും, സ്ക്രിപ്റ്റ് ആണെങ്കിലും, സോ ഗുഡ്. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. നോമ്പ് ആ ഒരു കാലഘട്ടമാണെന്നുണ്ടെങ്കിലും മാക്സിമം പറ്റുകയാണെങ്കിൽ കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതെ, എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഒരു ക്യാരക്ടറും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണല്ലോ ആ ഒരു ഇമ്പാക്റ്റ് വരുന്നത്. സോ എല്ലാ ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണത്. താങ്ക് യു സോ മച്ച്. വളരെ നല്ല പടം. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ചേച്ചി സിനിമ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമയാണ്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ലതായിരുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ നല്ല ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമയെ കുറിച്ച് എന്താ പറയാമോ? ഗംഭീരമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമാണ്. സിനിമ ഉണ്ട്. നല്ല സിനിമ. അധികം അലോസരപ്പെടുത്തുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല. രണ്ട് നല്ല കളർ ടോണാണ്. ക്യാമറ ഒക്കെ പറയണം. പിന്നെ കാസ്റ്റിംഗ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ആളുകൾ. ഡയലോഗ് ഓറിയൻറ്റഡ് മൂവിയാണ്, പക്ഷെ എന്നാൽ വയലൻസ് ആണോ എന്ന് ചോദിച്ചാൽ വയലൻസ് അല്ല. ഇതിനൊരു പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ്, അതിൽ ഇൻ്റർവെല്ലിന് ശേഷമുള്ള സ്ഥലത്തിന് മാത്രമേ നമുക്ക് കുറച്ച് പ്രെഡിക്റ്റബിലിറ്റി കാണുന്നുള്ളൂ. അതുവരെ പ്രെഡിക്റ്റബിലിറ്റി ഇല്ല. പക്ഷേ ഇത് എന്തൊക്കെയോ ഒരു സാധനമുണ്ട്. കാരണം ഈ കണക്ഷൻ വരുമ്പോൾ ഇത് എവിടെയൊക്കെ കൊണ്ട് എത്തിക്കും എന്നുള്ളൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അവിടേക്ക് ഇതെങ്ങനെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ രസകരമായിട്ട് ജോർജ് സാർ ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. അതോടൊപ്പം തന്നെ അഭിനയിച്ച ആളുകൾ രസകരമായി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു മുഷിപ്പില്ല സിനിമയ്ക്ക്. സത്യം പറഞ്ഞാൽ ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് മൂവി തന്നെയാണ്.